ഹലോ, നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള അട പൊരിച്ചത് ഉണ്ടാക്കാം. അപ്പം അതുണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ മൈദപ്പൊടി എടുക്കുന്നുണ്ട്. അതൊരു അരിപ്പ വെച്ച് അരിച്ചെടുക്കുന്നുണ്ട്. അതിലെ കച്ചറകളെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ്. ഒന്നും ഉണ്ടാവില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് ഞാൻ നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഞാൻ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് പരത്താനായിട്ട്. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് ഞാൻ ഒരു ഹീറ്ററിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല തിളച്ച വെള്ളം വേണം ഇതിലൊഴിക്കാനായിട്ട്. അപ്പോഴേ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. പച്ചവെള്ളം ഒഴിച്ചാൽ അത്ര സോഫ്റ്റ് കിട്ടില്ല, കുറച്ച് കട്ടിയായിട്ട് നമുക്ക് കിട്ടും. മുറുക്കൊക്കെ ഉണ്ടായിരിക്കും മാവിന്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല രീതിക്ക് തന്നെ ഒന്ന് വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് ആ പൊടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനൊരു കയ്യിൽ വെച്ചിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ചൂടുണ്ടാവുമല്ലോ, അപ്പോൾ ഒന്ന് കൈ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് ആറിയതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചപ്പാത്തിക്കൊക്കെ നമ്മൾ പരത്തുന്ന മാവുണ്ടാക്കുന്ന രീതിക്ക് വേണം നമുക്ക് കുഴച്ചെടുക്കാനായിട്ട്. ഞാനിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് മൈദ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുഴച്ചതാണ്. അപ്പം കുറച്ച് ഞാൻ അതിൽ നിന്ന് അട പൊരിക്കാമെന്ന് വിചാരിച്ചു. പെരുന്നാളിന് അട പുഴുങ്ങിയതായിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരാഗ്രഹം അട കുറച്ച് പൊരിച്ചത് വേണമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് മൈദപ്പൊടി വെച്ചിട്ടാണല്ലോ പത്തിരി ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ച് അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാൻ നല്ല രീതിക്ക് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ പത്തിരികളാക്കി പരത്തിയെടുക്കാം. അപ്പം അട പൊരിക്കാനായിട്ട് അധികം വലുതൊന്നും വേണ്ട, പത്തിരി അത്യാവശ്യം ചെറുതന്നെ മതി. അപ്പം ഞാനതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. പരത്തിയെടുത്തിട്ട് ഞാനതാ റേക്കിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് പരത്തുന്നത്. അപ്പം കുഴപ്പമൊന്നുമില്ല, നല്ല രീതിക്ക് തന്നെ നമുക്ക് പരത്തിയെടുക്കാനും പറ്റും. അപ്പം ഞാനത് പരത്തിയെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ പത്തിരികളും ഇതുപോലെ ഇത്ര വട്ടത്തിലാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പം നല്ല സോഫ്റ്റായിട്ടും നൈസായിട്ടും തന്നെ എനിക്ക് പത്തിരി പരത്തിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങയാണ്. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ചെരുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചക്കരയാണ്. അപ്പോൾ ചക്കര ഞാനിതാ കത്തി കൊണ്ട് ഇങ്ങനെ ചെരുകി ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ചക്കരയ്ക്ക് പകരം വേണമെങ്കിൽ പഞ്ചസാര എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചക്കര കുറച്ച് ഇവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ ചക്കര വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതാ ചക്കര കത്തി വെച്ചിട്ട് ഇങ്ങനെ ചെരുകി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ലേശം ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നല്ല രീതിയിലൊന്ന് നമുക്ക് കൈ വെച്ചിട്ട് അത് കുഴച്ചെടുക്കണം. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉള്ളതൊന്ന് കൈവച്ചിട്ട് നമുക്ക് ഉടച്ച് കൊടുക്കാം ചക്കരേൻ്റെത്. അങ്ങനെ ഞാനത് ഓരോ പത്തിരികൾ എടുത്തിട്ട് അതിലേക്ക് സ്പൂണ് കൊണ്ട് കോരി ഇട്ടിട്ട് നമുക്ക് അട മടക്കിയെടുക്കാം. അപ്പോൾ ഞാൻ അട മടക്കുന്നത് ഈ രീതിയിലാണ്. അങ്ങനെ എല്ലേതും ഇതുപോലെ ഞാൻ മടക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അടൻ്റെ അച്ചിയൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്കിതാണ് എളുപ്പം, അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നീട് ഞാനൊരു ചട്ടി വെച്ചിട്ട് ഓയിൽ വെച്ചെടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് നമുക്കത് പൊരിച്ച് എടുക്കാം. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും അറിയാത്തവരായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു യൂസ്ഫുള്ളായി തോന്നുമല്ലോ. അതുകൊണ്ടാണ് ഞാനതൊന്ന് വീഡിയോ ചെയ്തത്.
അപ്പോൾ നമുക്കത് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ബ്രൗൺ നിറമാവുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് ഈ പൊരിച്ചട. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കേ, നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.